പുതുവത്സരം പ്രമാണിച്ച് നമ്മുടെ സ്വന്തം ജിമ്മായ മൈ ഹെൽത്ത് നിന്ന് എല്ലാവരും കൂടി ഇന്നൊരു ആട് മഷുവായി ഉണ്ടാക്കാൻ പോവുകയാണ്. മധുഹൂത്തിൻ്റെ മസാല വെച്ച് രണ്ട് മുറും നല്ലോണം പിന്നെ തന്നെ ചവിട്ടിന്ന് അടുപ്പിക്കൂല ആളെ കണ്ടാലും പേടിക്കും. ചിക്കൻ 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 ഇതൊക്കെ എടുക്കണം മുതല്. ഒരു ഫുള്ളാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും നല്ലനീസ് ജ്വല്ലറിയുടെ മുതലാളിയായ ഹാരിസിന്റെ റിസോർട്ടിൽ എവിടെ നമ്മളെ മാനുപ്പതാ അങ്ങനെ വീണ്ടും ഒന്നിക്കുകയാണ് നിങ്ങൾ. അല്ലുപ്പ ചേർക്ക മൂടിക്ക് ഇനി ചെമ്പ് മാറില്ലേ നേരല്ല കൊടാണ്ട് ചേള്ള നമ്മൾ ക്ലീനിങ്ങും മസാല വെക്കാനൊക്കെ ഇല്ല അപ്പോൾ ഇതിന് അത്യാവശ്യം സാധനം വേറെ ടൈമുണ്ടല്ലോ. ഒരു ഗ്യാപ്പ് എടുത്തോളൂ. അപ്പോൾ ഇന്ന് വീണ്ടും മാട് പശുവായി. ഇത്രാമത്തെ നമ്മൾ മൂന്നാമത്തോ നാലാമത്തോ മൂന്നാമത്ത് അല്ലേ? കോവിഡ് കുഞ്ഞുവിൻ്റെ പരിയത്ത് അടുത്ത ഈ റിസോർട്ട് പെരിന്തൽമണ്ണ കേട്ടാ. ഞാട് പറ്റാത്തവർക്ക് കോയി എല്ലാ സാധനവും ഉണ്ട്. സ്കിൻ കോയി കല്ലുകൂടുന്നത് ചോര പോകാനാ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അത് ഉപ്പിന് തന്നെ ചോര പോകാനെ ഇളകി കിട്ടാൻ. ഒരു 3-4 മണിക്കൂറത്തെ പണി ഉണ്ടല്ലോ ഇല്ല മരിപ്പാകുമ്പോഴത്തേനാവോ എവിടെയാണ് സമയം വൈകി. തേച്ച് മിനുക്കി കുട്ടപ്പനാക്കണം നല്ല മജ കിട്ടുള്ളൂ മജ. ഒരു സെറ്റ് വാഷിങ് കഴിഞ്ഞു. അടുത്ത സെറ്റ് ചോരക്ക് കംപ്ലീറ്റ് ക്ലിയറാക്കി കിട്ടാം. കുറച്ചുകൂടി ഓട്ടിടുന്നു. മസാല കംപ്ലീറ്റ് ഉണ്ട് ഇറങ്ങണം അല്ലേ? തുടങ്ങാം. ഉപ്പ് ഉപ്പെല്ലാം ഉണ്ടായിക്കോട്ടെ. ഉപ്പില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. പിഴിഞ്ഞ് വരുമ്പോൾ കാണാൻ ലാസ്റ്റ് ഉപ്പ് കമ്മി ഉണ്ടാവണം. ടാറ്റ സാൾട്ട് ടാറ്റക്കാരുടെ ഉപ്പാണ് തോന്നുന്നുണ്ട്. അയ്യോ 8 കിലോനാണ് 8 കിലോനായിട്ടുണ്ട് കേട്ടോ ആട്. 8 കിലോ കിടക്കണ കിടപ്പ് കണ്ടാ. ഓ ചിക്കൻ ക്ലീനിങ് ചിക്കനിലും കല്ല് കൂടില്ല. ചെറുള്ളിയാണ് ഇതിൻ്റെ മെയിൻ കാതൽ അല്ലേ? നാരങ്ങ ചെറുനാരങ്ങ ചെമ്പ് വലിയ ചെമ്പുള്ള ജീപ്പേറ്റൊക്കെ നിങ്ങൾ ആരിസ് പരവക്കൽ സാധനം കിട്ടിയാ? ചെമ്പ് പുതിയ വാങ്ങ് ഓടിയോടുന്ന് ഹാരിസിന്റെ കാര്യം എത്തിച്ചതാണ്. വൃത്തിക്ക് ചെയ്തോളും. എന്ത് ആടാ മൂടിയല്ലേ കേൾക്കാണ്ടാവും. ആരത് അവിടെ തലട്ട് വെക്കണ്? അവിടെ ചിക്കനൊന്നും ഇല്ല. ചെറുള്ളി ചെറുനാരങ്ങ ഉപ്പില നമ്മൾ സ്ഥിരം മസാല. പക്ഷെ അന്ന് ചെറിയൊരു പൊടി നമ്മൾ മാറ്റും. ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. എക്സ്ട്രാ കയറ്റി കൊടുക്കാം. പുതിയ സാധനം ഇറക്കിയിട്ടുണ്ട്. സുർക്ക നാരങ്ങ വല്യുള്ളി ചെറിയുള്ളി ഉപ്പ് പിന്നെ ഉപ്പ് അല്ലേ? ബിസ്മില്ലാ. അയ്യോ
തുടങ്ങുകയാണ്, അംഗം തുടങ്ങുകയാണ്. സമയം തുടങ്ങി കഴിഞ്ഞു. ഇനി എങ്ങോട്ട് നേരം പോണത് അറിയില്ല. 3-4 മണിക്കൂറേ പണിയോട് പണികാരം. കോഴിയെ ആടോടെ റെഡിയായി. നെക്സ്റ്റ് കോഴി നല്ല തൂക്കണ്ട് കേട്ടോ. ഒന്നിൻ്റെ മേലെ തോന്നുന്നുണ്ടോ? 200 സ്കിന്നുള്ളത്. അത് മൂട്ടിക്കന്നല്ലേ തേമ്പി ഇവിടെ തന്നെ. ആയോ 4 മണി. അടുപ്പ് ക്ലിയർ ആക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം കനൽ കത്തിച്ച് സെറ്റാക്കി എടുക്കാനും. ഏറ്റവും വലിയ പരിപാടി മെനക്കെട് എന്ന് പറഞ്ഞാൽ ചില്ലറ മെനക്കെടല്ല കേട്ടോ. ഇതുണ്ടാക്കുന്ന ആൾക്ക് സത്യം പറഞ്ഞാൽ അത് തിന്നാൻ തോന്നില്ല. കഴിഞ്ഞല്ല അത്രക്കണ്ട് പണിയെടുത്ത് മടുക്കും. കുരുമുളക് കൈ കണക്കാട്ടാ, പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല അല്ലേ? ഞങ്ങളെ കണക്ക് അങ്ങനെയാണ്. പകുതി ഇട്ടിക്കണ്. ഉപ്പാ ഉണ്ട്, കുറയോ ഉണ്ട് സാധനം ഇപ്പം കിട്ടുന്നുണ്ട്. പീങ്ങി വരുമ്പോഴുള്ളൊരു പ്രശ്നമാണ്. കഞ്ഞാണോ ഉണ്ടാക്കിയപ്പോൾ ഉപ്പ് പറഞ്ഞീനാ? എന്തൊരു അഭിപ്രായം പറഞ്ഞീനാ? ആയിക്കോട്ടെ, കുറച്ച് പൊടിക്ക് കയറ്റി വെക്കണമല്ല. വല്ലാണ്ട് നോക്കിയാൽ പ്രഷർ കയറും. വല്ലാണ്ട് ഉപ്പ് നോക്കിയാലേ BP ഉള്ളതാണ്, പ്രഷർ കയറുന്ന പറയാം. കുരുമുളക് വാരി വിതറ. കുരുമുളക് അയ്യോ വാവ്. സെയിം പരിപാടി, കുരുമുളക് വിതറ. കുളിച്ച് കുട്ടപ്പനായി നിൽക്കണണ്ട. ഇനി അടുത്ത സെറ്റ് മസാല കയറും. വാവ് വയ്ക്കണം, വാവ്. കനൽ പതിനകത്ത് ചെയ്യാം. കർപ്പൂരം സ്ഥിരം പരിപാടി. കർപ്പൂരം ഇടുക, കത്തിക്കുക. അത് കനലുകൊണ്ടൊരു ചെറിയും കളിയാണ്. കുട്ടനെ കുട്ടുക. കെടൂല? മേലിട്ട കെടുവോ? കെടുവോ? ചെറിയ ഗ്യാപ്പ് കർപ്പൂരത്തുമലാണ് കളി ഫുള്ള് കിടക്കുന്നത്. വേറൊന്നും കത്തിച്ചിട്ടില്ല. ഇപ്പം അരിയിലൊക്കെ പെട്രോൾ വെച്ചിട്ട് കത്ത. ഓ, പൊട്ടൽ തുടങ്ങി. പുതിയ മസാല നമ്മൾ പ്രാവശ്യം ചെയ്ത മസാലയാണ്. മാസ്റ്റർ ഷെഫ് മധുഹൂത്ത്. ഇതും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മധുഹൂത്ത് മസാല 3 വെട്ടി വാങ്ങില്ല. 25 ഗ്രാമുള്ളൂ. ചെറിയ തൂക്കുള്ളൂ, 25 ഗ്രാം. പിന്നെ മസാല ചെറിയ മാറ്റാണ്ട് വരുത്തി വെക്കണം. എന്താവും എന്നാലല്ല. ഹാഫ് ബോയിൽ അണ്ടിപ്പരിപ്പ്, മല്ലി, മുന്തിരി, അതിൻ്റെ കൂടെയുള്ള ഉണക്കനാരങ്ങ നമ്മളായി കിട്ടുകയാണ്. ആഹാ, അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട്. അയ്യോ, കടലുണ്ട്. ഇനി കാടമുട്ടുണ്ട്. ഇനി കാടമുട്ടരാണ്ട്. കാടമുട്ട ഡബ്ബിലാക്കി പോകണം. കാടമുട്ടായി പിഴിങ്ങാമെന്ന് മസാല വെച്ചിരിക്കണ. രാവിലെ കുരുമുളക് കിട്ടണം. ഒരു കുരുമുളക് മാത്രം. കുരുമുളക് അറബി മസാല ഉണ്ട്. ഗരം മസാല, അറബി മസാല. അറബി നമ്മളാറ്റാണ്. കപ്സ ഇത് ഒറിജിനലാണ്. ഗൾഫിന്നുള്ളതാ. പൊളിക്കും, നല്ല മണമുണ്ട്. കുങ്കുമമുണ്ട്. ആ കുങ്കുമം, സഫ്രോൺ. കാടമുട്ടക്ക് ഇന്ന് തല്ലാമുട്ട മിക്കവാറും. സാധനം കമ്മിയാണ്. കനൽ കത്തുന്നില്ല ഗൈസ്, ചിരട്ട തപ്പാണ്. തൊട് ഇഷ്ടം പോലെ ഉള്ളതിന് ബേജാറില്ല. കനൽ കത്തിക്കാറാണ് ഞാൻ പറഞ്ഞത്. ചില്ലറ ടാസ്ക് അല്ല, കുറച്ച് പണിയുണ്ടത്. നത്തലിയുമ്പോൾ കർപ്പൂരായി കണ്ടോ. ഇനി നേരെ കത്തിച്ച കത്തണം. കത്തി ഗൈസ്. ഇനി അത് കത്തി പിടിക്കണം. അതാണ് അടുത്ത ടാസ്ക്. ദിസ് മധുഹൂത്തിൻ്റെ മസാല വെച്ച് നമ്മൾ ആദ്യത്തെ പരീക്ഷണം. മധുഹൂത്ത് മസാല
ഒലീവ് ലാസ്റ്റ് വെക്കുക. കത്തി ഗൈസ്, കത്തി ആളിക്കത്തി തുടങ്ങി. ചിരട്ടൻ്റെ ആ വച്ചങ്ങനെ കേൾക്കൊള്ളുന്നു ഫൂന്ന് പറഞ്ഞിട്ട്. ഒലീവ് ലാസ്റ്റ് പരിപാടിയോ? ഒലീവ് ഓയിൽ, ഒലീവ് ഓയിൽ. ഗൾഫാട്ടാസ് സ്പാനിഷ് ആറസ് പുരട്ടാൻ പോണ്. ആദ്യം ഉള്ളിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി നടക്കാനുണ്ടല്ലോ അല്ലേ? പുറത്ത് ലാസ്റ്റ് ആക്കാം. ഓക്കെ, റൈസ് കയറ്റാൻ പോണ്. റൈസ് കടല പുഴുങ്ങിയത്, കാടമുട്ട, മുന്തിരി, അണ്ടി, മല്ലി കുടിച്ചു കൊടുക്കും. അയ്യോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2 3 അര കിലോ ഉണ്ടത്? അരൻ്റെ മേലുണ്ടോ? അരണ്ട് അതുണ്ട്. ബാക്കിൻ്റെ മേലെ കടലുണ്ട്. നൂല് കയറ്റി കഴിഞ്ഞു. അടുത്തായി മെയിൻ ഓപ്പറേഷൻ. തുന്നാനിതാ ആൾ കാത്തു നിൽക്കുകയാണ്, വെയിറ്റിങ്ങിലാണ്. ഒലിവിടാണ്ട് നല്ല വലിയ നൂല് തന്നെ വേണ്ടിട്ട് കേട്ടോ, ചാക്കുനൂല്. എനിക്ക് ആകെ പൊട്ടിച്ചാടി പരിപ്പളക്കും. എപ്പോഴും ഇടുന്ന സാധനം സർവ്വസുഗന്ധിയിൽ നിറച്ച് വെക്കേട്ടാ, ഒന്നും നോക്കണ്ട, ചട പറ നടക്കുക. വെക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചിക്കൻ ആദ്യം ചുറ്റും വെക്കുക. പൂക്കളം തീർക്കാണ്. കഴിഞ്ഞല്ലേ? പൂക്കളത്തിനുള്ളതില്ല. മുതലത വരണം. മുതൽ ഒന്നുമില്ല, വെയിറ്റ് ഉണ്ടാവും. വാവ് 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 വാവ്. കലാലോക്കിട്ടാൽ മതിയാ? മറ്റേ വേണോ? കെട്ടണ? അവസാനത്തെ ഘട്ടം ഒലീവ് ഓയിൽ. ഇത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. കനലവിടെ പൊട്ടി പോരുന്നുണ്ട്. ചെമ്പ് കറക്കിയപ്പോൾ ഒന്നുമില്ലല്ലേ, കുട്ടിയായി. മൈദപ്പശൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നൊക്കെയാണ്. അതിൻ്റെ ദമ്മിടാനുള്ള സാധനം മൈദയും വെള്ളൂ അല്ലേ? സമൂസ ഉണ്ടാക്കാൻ അജ്ഫാന് തഹീനി കൊടുക്കണം കേട്ടോ. തഹീന മറന്നു ആയതേന്ന്. നേരെ അടുപ്പത്ത് കയറ്റുക. 5 മണി കറക്റ്റ് ആവാനായി. 3 മണിക്കൂർ ദമ്മ് കിടക്കണം. അടച്ചോ. പിന്നെ ഓക്കെ ഓക്കെ സെറ്റ്. അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിരുന്നെങ്കിൽ നല്ല രസമായിട്ടാണ് തിന്നാൻ. കുറച്ച് ഉപ്പിട്ടാൽ കറക്റ്റാണ്. ദമ്മാണ് പൊട്ടിച്ചാൽ പൊറാട്ട മാതിരി തിന്നാം. നല്ല രസമാണ്. യാല്ലാ ബിസ്മില്ലാ. പോട്ടെ. ഹോയ് 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 ഓയ്. വാ റെഡി. 5 മണി സമയം. 5 മണി. 3 മണിക്കൂർ റെസ്റ്റ്. നമുക്ക് റെസ്റ്റ്. ഈ സമയം ഈ പ്രോപ്പർട്ടി മൊത്തം ഒന്ന് കാണാം. ഇത് കണ്ടമാന ഏക്കറുണ്ട് സാഹിബ്. ഇത് എന്താണ് സ്ഥലം? ഈ ആരിസിൻ്റെ മൂത്താപ്പാൻ്റെ ആണ്. അല്ലനീസ് ഗ്രൂപ്പ്, ഖത്തറിലൊക്കെ ഉള്ള. ആർക്കെങ്കിലും അറിയോ? ഏക്കർ കണക്കിന് സ്ഥലം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചുറ്റി കാണാം. ഏതായാലും 3 മണിക്കൂർ സമയമുണ്ട്. വരില്ല ആരിസ് ജി, വെൽക്കം. ആയിക്കോട്ടെ. ഒരു വണ്ടിക്ക് ഫുള്ളുണ്ട് ബന്ധുക്കണ ചാർപ്പട്ടി. എന്തേലും കേക്കാൻ കാത്തിക്കുക. അവൻ്റെ ആളാ ജമ്മും കസറും. പള്ളി ആണ്ട് പോവാ. അടുപ്പത്ത് കയറിയിട്ടുള്ളൂ. അപ്പുറം തൊട്ട് നമ്മൾ മേലെ കയറും. ഇതെന്താ ചങ്ങായത്? ഒരു വണ്ടി നിറച്ച് ആൾക്കാർ തിന്നാൻ വന്നേക്കണ്. എന്താ കഥ കണ്ടില്ലേ? ഇറക്കിങ്ങള് ഇമ്മിൽ ഇന്നേ വരെ കാലുത്താത്ത ആൾക്കാരാ. തിന്നാന്ന് പറഞ്ഞാല് അഖിലൻ ബസ് അഖില്. ആഹാ, നമ്മളെ പുതിയ കമ്മിറ്റിയാണേ. എന്താ മനസ്സാ, ഒന്ന് ജിമ്മൊക്കെ ഒന്നൂടെ. എയർപോർട്ടാ കുത്തിക്കാണ്ട്. ആരത്? നവാഫുട്ടി. വേറെ ആൾക്കാർ ഈ ചെറിയ മട്ടൻ കുട്ടീനെ തിന്നാനായിട്ട് വന്നാണല്ലോ. പള്ളി കഴിഞ്ഞു പോണ്. മറ്റു വണ്ടി മുന്നിലുടെ. ഞങ്ങൾ പ്രോപ്പർട്ടി കണ്ട് കറങ്ങാൻ പോവാണ്. വേറെ ലെവൽ പ്രോപ്പർട്ടി. ഇറാൻ പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിയാണ്. മറ്റു വണ്ടി നമ്മളെ കത്തുക സീനുക്ക. ഇതാണ് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇറങ്ങി നടക്കാം. നടക്കാനാണെങ്കിൽ ആ, കുഴപ്പമില്ല. പിന്നെ അവിടെ കയറിയേ നടക്കുമ്പോൾ
വണ്ടിയിട്ട് പോവാ. ഇത് ചെറിയ പാർക്കാളല്ലേ? കുതിര ഉണ്ടോ? ഉസ്രേട് 100 റുപ്യ. ഞാൻ ഇപ്പൊ ഇവിടുന്ന് ചായ അടിക്കാന്നൊക്കെ വിചാരിച്ചാണ് പറഞ്ഞത്. അതുമില്ല. ചായക്കട കൂട്ടി. അച്ചടാ, വെരി ബാഡ് ഐഡിയാസ് അടിച്ച്. പാർക്ക് അത്യാവശ്യം ഉണ്ടല്ലേ? ചായപ്പിടി ക്ലോസ് ഗൈസ്. അടിപൊളി ജിംനി. പൊളിച്ച സ്ഥലം മനെ രക്ഷയില്ല. ഏതാ പ്രോപ്പർട്ടി? ഒരു രക്ഷയില്ല പ്രോപ്പർട്ടി. ഇറാ നേച്ചർ കേട്ടോ. കല്യാണങ്ങൾ, പരിപാടികൾ, റിസോർട്ടുകൾ ഇനി ഉള്ളിക്കുള്ളിൽ ഇനിയുണ്ട്. ഒക്കെ ആ വള്ളത്തിൽ ചാടാളാണേ. ഇനി എന്തിനാ ഷൂ, ബാഗ്, ഇതൊക്കെ ഉണ്ട്. എത്രാമത്തെ പോസാണ് ഇത്? ഇതെന്ത് സംഭവം? പൊന്നോ ആണെന്താ എന്റെ മോനെ കിടില സാധനങ്ങൾ എന്താ കണ്ടോളി. പിന്നെ ഇപ്പൊ തന്നെ ചവിട്ടിന്ന് എന്ത് കാര്യോ? എന്റെ തള്ളി മറിച്ചു. പൈസൽ കുതിരന്റെ ആളാ? കുതിരന്റെ A to Z. ഈ റൗണ്ടിലുള്ളിൽ നിന്ന് പ്രത്യേകത ഉണ്ടോ? അടുത്തേക്ക് പോരുത്. വൈറൽ സാധനം എല്ലാരും അടുപ്പിക്കൂല. ആളെ കണ്ടാല് പേടിക്കും. അടിപൊളി ആള് ഭയങ്കര ബ്യൂട്ടിയാണ്. പക്ഷെ അതിനനുസരിച്ചില്ലേ പരിപാടി പവർ ഉണ്ട്. ഏതാ സാധനം? തൊട്ടാതാക്കുവോ? കടിച്ചു. ആളൊക്കെ കടിച്ചോ? ഭീകരനാണോ? ആ വല്ലാണ്ട് എടുത്തു പോയത് ഇറങ്ങണേ. ആ കുറച്ച് ആള് നല്ല പവറാണ് പറഞ്ഞത്. എല്ലാരും കാട്ടില്ല. പിന്നെ ചെലപ്പൊക്കെ പക്ഷെ എപ്പോഴും നമ്മൾ കെയർ ചെയ്യുന്നതല്ല. ചവിട്ട് അതിന്റെ ഉള്ളിൽ കൂടി വരില്ല മനസ്സിലായി. അതിന്റെ ഉള്ളിലാറിട്ട് കാല് 2 സൈഡിലും പല്ലല്ലേ ഇറങ്ങിപ്പോരും. കുതിര ആള് വൈറലാവുണ്ട്. ബ്യൂട്ടിയാണ് സാധനം. പരിപാടിയൊക്കെ കേട്ടാ. പാർക്കാണ് കുട്ടികളെ. അയ്യോ ഇതിലെന്താ മുതലേ? ഇതിലെന്താ ബോട്ടോ? മീന്, ബോട്ട്. അതിന് ഗീർത് ചവിട്ടല്ലേ? പെടലല്ലേ? ഞങ്ങളോട് ആരാണത്? അവിടെ നായുണ്ടല്ലേ? പറ്റേ പോരെ, മെല്ലെ മെല്ലെ. മുന്നിക്കാ എന്നാ ചൂട്ടി. ഓടിച്ച് മനസ്സ വണ്ടി. ആരാത്? അങ്ങനെ ഉണ്ടോ? എന്ത് ഇത്? നാളെ മിനി കൂപ്പറിന് മറ്റേ സാധനം സ്വിച്ച് ഇട്ടാലേ കൊടൊക്കെ പോകുന്നുണ്ട്. ഗീർ ഇങ്ങനെ മാറ്റിലിട്ടാ. ഒരു റൗണ്ട് നമ്മൾ അങ്ങനെ ആക്കാം. മനസ്സിലാ ഡ്രൈവർ മാറി. ഞങ്ങള് മൊയിലാളിമാരായി. നായി നല്ല കൊരേട്ടാ. ജയിലാകാനെ കണ്ടുകിട. നായി നല്ല കൊരയാണ് ഇപ്പൊ. കന്നിമാസം ഇങ്ങോട്ട് നോക്കടാ നായി. നോക്കണു. ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടമാനം വെച്ചിട്ടോ. കേരാൻ വയ്യ ഗൈസ്. ചാടി ചില്ലറ കളിയാ. ജീവൻ മരണ പോരാട്ടാണ്. അല്ലെങ്കിൽ ചവിട്ടുമ്പോ പിന്നെയും പോകൂലേ? അത് ശരിയാണ്. വള്ളല്ലേ? എന്താണ് പാസില്ല? അല്ല ഇന്നെ മാത്രം ഇരുത്തി പോവല്ലേ?
ഷബാഷ്. എന്താണ് ഉദ്ദേശം? പാർക്ക് ഇതാണ്, കിഡ്സ് പാർക്ക്. ഇറാ നാച്ചുർ. റബ്ബറും തോട്ടത്തിലൂടെ നെക്സ്റ്റ് യാത്ര ഇട്ടായി തുടങ്ങിട്ടാ. ഇവിടെ കാറ്ററിംഗിന്റെ കിച്ചണ് ഈ റോഡ്. കാറ്ററിംഗ് ഉണ്ടോ? അല്ല, അതായത് പരിപാടി ഓർക്കുള്ള കിച്ചൺ ഒന്നും ഉണ്ടാക്കാനുള്ള കല്യാണമൊക്കെ ഉണ്ടാകുമ്പോ കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കി എടുത്താൽ റബ്ബറിന്റെ ഇതിനുള്ള കൂടി ചോര ഇറങ്ങണ മാതിരി ആവും ചേട്ടാ. ഓ ഇവിടെയാണ് ഓഡിറ്റോറിയം ഉണ്ടല്ലേ. എടാ ഇവിടെ പോളിസ് ഓഡിറ്റോറിയം ഉണ്ട് ഇവിടെ. ഓഡിറ്റോറിയത്തിന് പേരായിട്ടുണ്ട്. ഇറാ നാച്ചുറാണ് മൊത്തത്തിൽ അറിയാം. ഇറാ നാച്ചുർ ആണ് ഓഡിറ്റോറിയം. നല്ല വൈബ് ഓഡിറ്റോറിയം അല്ലേ. അഹ്ലൻ വസഹ്ലൻ. അഹ്ലൻ. ഏയ് ആരാപ്പോ അതെ? എൻ്റെ മോൻ ചക്ക 2 ചക്കട്ടാലോ. ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻഡ് ആട്ടെ. എത്ര പണിക്കാരുണ്ടാവും ഇപ്പോൾ ഇതിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കണമെങ്കിൽ. ആ ഷൂട്ട് വിടുന്ന സ്വാൻ്റെ നമ്മളെ ഷെറിൻ ജബ്ബാർ. ഇറാ നാച്ചുർ. ആ നാച്ചുർ തന്നെ പ്രകൃതിയുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുക. ഇതാണ് ഓഡിറ്റോറിയം. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത വൈബ് സ്ഥലം തന്നെ കേട്ടോ. മസ്റ്റായിട്ട് ഇവിടെ ഒരു പരിപാടി വെക്കുക തന്നെ വേണം. എന്താ രസം നോക്കിയാൽ. ഫോട്ടോഷൂട്ട്, ഡ്രോൺ ഷൂട്ടിനൊക്കെ വേറെ എവിടെയെങ്കിലും പോകണം. കഷ്ടകാലത്തിനൊന്നും ഡ്രോണും കിട്ടിയില്ല. ഡ്രോൺ വേറെ സ്ഥലത്താണ്. 6 മണിയായി, ബാങ്ക് കൊടുക്കാനായി. പള്ളി പോകണ്ട്. ഇരുട്ടായി. ഇവിടുന്ന് നിസ്കരിച്ചാ ഇവിടെ ഇതുണ്ടാ ഇരിക്കണ സ്ഥലം ഉണ്ടോ? ഇതാ അതന്നെ പാറ. ഓ മൈ ഗോഡ്. അയ്യോ ലൈറ്റ് ഓൺ ആക്കി. ഫോർ മൈലാഞ്ചി കല്യാണം, മെഹന്തി, മറ്റേ സാധനങ്ങൾ, മഞ്ചള്. അടാ അവിടെ ഇരുന്ന ആടാ. അത് സംഭവം എൻ്റെ ഇത് ഇവിടെ നിർത്തിയല്ലോ. മെഹന്തി, ഹൽദി, മെഹന്തി. ഇപ്പം സ്പോൺസർ ചെയ്യും. ഹാരിസ് സ്പോൺസർ ചെയ്യും. ഹാരിസ് പ്രസവം പെടുന്നാക്കേണ്ടിരുന്നു. പ്രസവം ആയിക്കോട്ടെ, തീർച്ചയായിക്കോട്ടെ. നിങ്ങളവിടെ നിന്നോളി, നിങ്ങൾ വരണ്ട. ഇതൊരു ലോകാണ്, ഇതിൻ്റെ ഉള്ളിൽ സ്ഥലമൊന്നുമില്ല. അതാ വരുന്നേ പുതുമണവള്ളൻ. ആരത്? അൽമാസിലെ പ്രശസ്ത ന്യൂറോ സർജൻ ഡോക്ടർ ഹരീഷ് കുമാർ വിത്ത് നമ്മുടെ സ്വന്തം ആസാൻ. ഈ വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം കുടിച്ചാൽ നിൽക്കുക. വെൽക്കം ഹരീഷ് ഡോക്ടർ, വെൽക്കം. നൈസ് ടു മീറ്റ് യു. ടുഡേ മട്ടൻ. ഓക്കെ ആസാൻ പ്രശസ്ത ആര് സെലിബ്രിറ്റിയാണ്. ഇന്ന് ആലോചിച്ചൊക്കെ മാരിയോട്ട് സെലിബ്രിറ്റി. ടീഷർട്ട് തിരുപ്പൂര. ഡോക്ടറെ എന്ന് ഡ്യൂട്ടി കഴിഞ്ഞാ? എവിടെ? അല്ല പോണ്ടി വരുമോ? സർജറി ഉണ്ടാവോ? മട്ടനായിട്ട് പോകാൻ പറ്റില്ല കേട്ടോ, ആദ്യം പറഞ്ഞ. എന്തായാലും 3 മണിക്കൂർ നമ്മൾ കട്ട പോസ്റ്റാണ്. ദമ്മ് പൊട്ടിക്കണേ അത്രയും സമയം എടുക്കും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 10-36 ഏക്കറുണ്ട്. നടന്നാലും തീരെ. ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.